നമുക്ക് ഏതോ നിങ്ങളുടെ ഒരു വീടിന്റെ പാലുകാച്ചിനോ എന്തോ ഒന്ന് ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായല്ലോ. അതെ, എന്തായിരുന്നത്? എന്റെ ജീവിതത്തിൽ കുറച്ചല്ല വലിയ വലിയ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പേഴ്സണൽ ലൈഫിൽ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ഹൗസ് വാമിംഗ്, എറണാകുളത്തെ വീടിന്റെ ഹൗസ് വാമിംഗ് ഒന്നും നടത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തായിരുന്നു അതിന് കാരണം? എന്റെ വളരെ വേണ്ടപ്പെട്ടവർ എന്നെ വിട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ചടങ്ങുകളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല. കുടുംബം മാത്രമുള്ള കാര്യം, വീട് പണിത് കുറച്ച് നാളായിരുന്നു, ജസ്റ്റ് കയറുക. അപ്പൊ എപ്പോഴും ഞാൻ മമ്മൂക്കിയോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട്, പക്ഷെ നടത്തുന്നില്ല. ഇങ്ങനത്തെ എന്റെ ബ്രദറിന്റെ കാര്യമൊക്കെ അറിയാം മമ്മൂക്കിക്ക്, അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ വളരെ കുടുംബം മാത്രമുള്ള ആ കുടുംബക്കാരെ പോലും ഞാൻ വിളിച്ചിരുന്നില്ല, അറിഞ്ഞു വന്നവരാണ്. നമ്മൾ ജസ്റ്റ് കയറുമായിരുന്നു. വളരെ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ആ ദിവസം മനസ്സിലാക്കി മമ്മൂക്ക വന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാക്കി മാറ്റി മമ്മൂക്ക. ആ ഒരു സങ്കടത്തിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടാണ് മമ്മൂക്ക പോയത്, ഒരു സർപ്രൈസ് തന്നിട്ടാണ്. അതൊക്കെ മമ്മൂക്കയുടെ മഹത്വമാണ് കേട്ടോ. ഒരിക്കലും ഞാൻ ശരിക്കും മമ്മൂക്ക വരുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ദിവസം ഓർത്ത് നമ്മളുടെ ഒരു ദുഃഖത്തിൽ നമ്മളറിയാതെ നമ്മളെ തലോടുന്ന ഒരാളാണ്, നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരാളാണ് മമ്മൂക്ക എപ്പോഴും. ഓക്കെ, നല്ല